വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 44-ാമത്തെ വാക്യം. ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തൻ്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്ന് അവരോട് പറഞ്ഞു. She gave everything that she had. ഒരു നിശാഗന്ധി പുഷ്പം പാതിരാത്രിയിൽ വിടർന്നതായിട്ടുള്ള അവസരത്തിൽ അതിനോട് ഇപ്രകാരം ചോദിച്ചു, നീ ആരെ കാണിക്കാനായിട്ടാണ് ഈ രാത്രിയിൽ വിടരുന്നത്? മനോഹരമായുള്ള പുഷ്പം അത് വിടർന്ന് നിൽക്കുന്നത് കാണുന്നത് വളരെ അധികം സന്തോഷം നൽകുന്നതായിട്ടുള്ള ഒന്നാണ്. ഈ ചോദ്യം തന്നോട് ചോദിച്ചപ്പോൾ ഈ പുഷ്പം മറുപടിയായിട്ട് പറഞ്ഞു, ആരെയും കാണിക്കാനായിട്ടല്ല, ഒരു കാണിക്കയായിട്ട് തീരുന്നതിനായിട്ടാണ് ഞാൻ ഈ രാത്രിയിൽ വിടരുന്നത്. ഇന്ന് ടൈത്ത് സൺഡേ ആണ്, ദശാംശ വിഹിത ഞായറാഴ്ചയാണ്. നമുക്കുള്ളതിനൊക്കെ നൽകുന്നത് ആരെ കാണിക്കാനായിട്ടാണ്? ആരെയും കാണിക്കാനായിട്ടല്ല, അതൊരു കാണിക്കയായിട്ട് തീരണം എന്ന ആഗ്രഹത്തോടെയാണ്. ഒരു ചെറിയ കുട്ടി അമ്മയോട് ഇപ്രകാരം ചോദിച്ചു, അമ്മേ, കഴിഞ്ഞ ദിവസം നമ്മുടെ അച്ഛൻ പള്ളിയിൽ പരസ്യപ്പെടുത്തുന്നത് കേട്ടല്ലോ, ദശാംശ ഞായറാഴ്ചയാണ് എന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? അപ്പോൾ അമ്മ മറുപടിയായിട്ട് പറഞ്ഞു, നമുക്കുള്ള വരുമാനത്തിൻ്റെ ദശാംശം വേർതിരിച്ച് ആവശ്യത്തിലിരിക്കുന്നവർക്ക് വേണ്ടി നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മകൻ പറഞ്ഞു, അമ്മ പറഞ്ഞത് എനിക്ക് മുഴുവനായിട്ട് മനസ്സിലായില്ല, ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാമോ? ഇല്ലാത്തവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉള്ളവരായിട്ടുള്ള നാം ദശാംശ വിഹിതം നൽകുന്നത്. അതെന്താ അമ്മ അങ്ങനെ ഇല്ലാത്തവരായിട്ട് തീരുന്നത്? ഇപ്പോൾ പറഞ്ഞ പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യർ ഇല്ലാത്തവരായിട്ട് തീരുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒരാൾ രോഗിയായിട്ട് തീരുമ്പോൾ, ഒരു വീട്ടിൽ ബ്രെഡ് വിന്നർ മരിച്ചു പോകുന്നതായുള്ള സാഹചര്യത്തിൽ, അപകടങ്ങൾ സംഭവിക്കുന്നതായുള്ള വേളയിൽ, ഇങ്ങനെ പല പല കാരണങ്ങളാൽ തങ്ങൾക്കുള്ളതായുള്ള വരുമാനമില്ലാതെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായുള്ള ആളുകൾ ഈ ലോകത്തിലുണ്ട്. അങ്ങനെ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാം ഈ ദശാംശം വേർതിരിച്ച് നൽകുന്നത്. കുറച്ചുകൂടെ വിശദമായിട്ട് പറയാമോ? അമ്മയോടെ മകൻ ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ഈ ലോകത്തിൽ ജന്മന അംഗവൈകല്യമുള്ളവരായി ജനിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. ബുദ്ധിമാന്യം സംഭവിച്ചതായുള്ള ആളുകളുണ്ട്. അവർക്ക് പരസഹായം ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി നൽകുന്നതിനായിട്ടാണ് ടൈത്ത് സൺഡേ വേർതിരിച്ചിരിക്കുന്നത്. അപ്പോൾ മകൻ ചോദിച്ചു, അത്രയേ ഉള്ളൂ അമ്മേ? അപ്പോൾ അമ്മ പറഞ്ഞു, അങ്ങനെയല്ല, പട്ടികജാതിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചോദിച്ചു, അതെന്നാ ഈ പട്ടികജാതി എന്നൊക്കെ പറയുന്നു? അമ്മ പറഞ്ഞു, ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ളതായുള്ളൊരു വിഭജനം ഈ ലോകത്തിലുണ്ട്. ഇല്ലാത്തവരെ സഹായിക്കണം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, ഇല്ലാത്ത ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതായൊരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അവർ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കുന്നതായിട്ടുള്ള പണം പോലും അവർക്ക് ലഭിക്കുകയില്ല. ജന്മികൾ, കുടിയാന്മാരെ അപ്രകാരം സാമ്പത്തിക ബുദ്ധിമുട്ടിലാക്കുമ്പോൾ അവർക്ക് സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കേണ്ട ആവശ്യകതയുണ്ട്. അമ്മ തുറന്നു പറഞ്ഞു, ചിലരെ മദ്യപാനം മൂലം സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നു.
ചില ലഹരികൾക്ക് അടിമയായിട്ട് സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നു. അവർക്കൊക്കെ സഹായം ആവശ്യമുണ്ട്. നമ്മളുടെ വിവാഹ ശുശ്രൂഷയിൽ ഇപ്രകാരമുള്ളൊരു പ്രബോധനമുണ്ട്. ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള സമയം, കഴിവ്, താരതമ്യതയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകരാണ് എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ വരുമാനത്തിലൊരംശം സുവിശേഷ വേലയ്ക്കായിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടിൽ അനുഭവിക്കുന്നതായ ആളുകൾക്കായിട്ടും നൽകുന്നതിനായിട്ട് സാധിക്കണം. ആ പറഞ്ഞതിൻ്റെ അർത്ഥം, ദൈവമാണ് ഇവിടെ, ദൈവം തന്നിട്ടുള്ളതല്ലാതെ നമുക്കൊന്നുമില്ല. സമയം, കഴിവ്, താരതമ്യം ദൈവം തന്നിരിക്കുന്നതാണ്. ഇത് ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സുള്ള ചിന്ത ഇത് നമ്മളുടേതാണ് എന്നുള്ളതാണ്. അല്ല, ദൈവം തന്നിട്ടുള്ളതാണ്. ദൈവഹിത പ്രകാരം വിനിയോഗിക്കുവാണ്ടൊക്കെയാണ്. ഇന്ന് വായിച്ചതായുള്ള വേദഭാഗത്തു നിന്ന് 2 കാര്യങ്ങൾ നമ്മളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഗിവിങ് ഈസ് എ വെർച്യു. ഗിവിങ് ഈസ് എ വെർച്യു. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വരുമ്പോൾ വിശുദ്ധ കുർബാന ശുശ്രൂഷ ഉണ്ടായിരിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ട്. കുർബാന കൊള്ളാനായിട്ടും താല്പര്യമുണ്ട്. എന്താണ് വിശുദ്ധ കുർബാന നമ്മെ പഠിപ്പിക്കുന്നത്? കുർബാന നമ്മെ പഠിപ്പിക്കുന്നത് അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി കൊടുത്തു. നുറുക്കി കൊടുക്കുന്നതിനായിട്ട് ഇടയായിട്ട് തീരണം. അതാണ് കുർബാന നമ്മെ പഠിപ്പിക്കുന്നത്. നുറുക്കി കൊടുക്കുന്നതിനായിട്ട് നമുക്ക് സാധ്യമായിട്ട് തീരണം. ഇതെനിക്ക് വേണ്ടി മാത്രമേ ഉള്ളല്ലോ എന്ന് ചിന്തിക്കുന്നതായുള്ള അവസരത്തിലും എല്ലാം മറ്റുള്ളവർക്ക് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി നുറുക്കി കൊടുക്കുന്നതിനായിട്ട് സാധിക്കണം. ഈ കുർബാന അപ്പം മുറിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ പലരും പറയാനായിട്ട് ഉണ്ടാകുന്നൊരു ടെൻഡൻസി, എന്തിനു ഇത്ര വിഷമിക്കുന്നത്, ഞങ്ങൾക്ക് പണമുണ്ടല്ലോ, ഒരപ്പം മുഴുവൻ തന്നേ. നുറുക്കപ്പെട്ടതായുള്ള അപ്പത്തിലാണ് വിശുദ്ധ കുർബാനയുടെ അർത്ഥത്തെ ഗ്രഹിപ്പാനായിട്ട് സാധിക്കുന്നത്. അവിടെ നുറുക്കി നൽകുന്നത് സന്തോഷമായിട്ട് സ്വീകരിപ്പാനിടയായിട്ട് തീർന്നു. ഇതാണ് ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് കാണിച്ചു തന്നത്. അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി തീരുന്നതായുള്ള സാഹചര്യം, നമ്മളുടെ ഇടയിൽ മനുഷ്യനായിട്ട് ജീവിച്ചതായിട്ടുള്ള പശ്ചാത്തലം, ആവശ്യത്തിലിരിക്കുന്ന ആളുകളെല്ലാം കണ്ടപ്പോൾ തൻ്റെ ജീവിതത്തെ തന്നെ നുറുക്കി കൊടുക്കുവാനായിട്ട് സമയവും സാവകാശവും താലന്തും എല്ലാം വിനിയോഗിച്ചതല്ല കർത്താവ്. നമ്മളുടെ ജീവിതം അപ്രകാരമായിരിക്കണം എന്നത് നമ്മെ പഠിപ്പിക്കുകയാണ്. ഗിവിങ് ഇസ് എ വെർച്യു. നമ്മളുടെ കാലം ചെയ്തതായുള്ള ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനി ഈ ലോകത്തിൽ ആയിരുന്നപ്പോഴാണ് 100ാമത് ജന്മദിനം കൊണ്ടാടിയത്. അപ്പോൾ ബ്ലസ്സിക്ക് ഒരാഗ്രഹം, ചലച്ചിത്ര നിർമ്മാതാവിന് ഒരാഗ്രഹം, ഈ തിരുമേനി ഈ ലോകത്തിൽ ഇന്നുള്ള ഒരു 100 ആളുകളോട് സംസാരിക്കുന്ന എപ്പിസോഡ് എടുക്കണം. പല ആളുകളെയൊക്കെ കാണുന്നതിനായിട്ട് തിരുമേനിയും കൊണ്ട് യാത്ര ചെയ്തു. അതിലൊന്ന് എഴുത്തുകാരനായിട്ടുള്ള MT വാസുദേവൻ നായർ സാറിനെ കാണുന്നതിനായിട്ടാണ്. തിരുമേനിയെ കണ്ട അവസരത്തിൽ തന്നെ MT വളരെയധികം സന്തോഷത്തോടുകൂടി പറഞ്ഞു, ഇന്ന് മാനവികത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സാഹചര്യമാണ്. അതിനിടയിൽ ഒരു വെള്ളി നക്ഷത്രം പോലെ തിരുമേനിയെ പോലുള്ളവരെ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ സന്തോഷം. ഞങ്ങളുടെ ഈ കാലയളവിൽ തിരുമേനിയും ഉണ്ടല്ലോ. എൻ്റെ തിരുമേനിക്ക് ഒരു 100 വയസ്സും കൂടെ ഇനി ഉണ്ടാവണം എന്നതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. തിരുമേനിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കണ്ടിട്ടില്ലെങ്കിലും. അപ്പോൾ തിരുമേനി പറഞ്ഞു, ഞങ്ങളെ ശരിയായത് അറിയാത്തത് കൊണ്ടാണ് സാർ അങ്ങനെ പറയുന്നത്. ഞങ്ങൾ പ്രസംഗിച്ചാൽ ഉറങ്ങുന്നതായുള്ള ആളുകളെയാണ് കാണുന്നത്. ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ആളുകൾ ഉറങ്ങും. എന്നാൽ സാറിൻ്റെ പുസ്തകം വായിക്കുന്നതായിട്ടുള്ള ആള് ഉറക്കം വന്നാൽ ആ പുസ്തകം കൊണ്ട് മാറ്റി വെച്ചിട്ട് ഉറങ്ങി എഴുന്നേറ്റ് പിന്നെ ആ പുസ്തകത്തിന് തുടർച്ച വായിക്കും.
സാറിനെ പോലുള്ളവരാണ് ആവശ്യം. എഴുത്തുകൾ എഴുതണം. രുചിക്കൂട്ടിൻ്റെ ആശാനാണ് പഴയിടം മോഹനൻ നമ്പൂതിരി എന്ന് പറയുന്നതായിട്ടുള്ളൊരു മനുഷ്യൻ. അദ്ദേഹത്തിന് നല്ലതായിട്ട് പാചകം ചെയ്യാൻ അറിയാം. എൻ്റെ കയ്യ് അതിനുവേണ്ടി വളരെയധികം പുണ്യപ്പെട്ടതായിട്ടുള്ള കൈയാണ്. നന്നായിട്ട് മനോഹരമായി പാചകം ചെയ്യാൻ അറിയാം. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായി. കടം കയറി മുമ്പോട്ട് പോകാൻ പ്രയാസമാണ് എന്നത് മനസ്സിലായി. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ എന്നാൽ എനിക്ക് ആത്മഹത്യ ചെയ്താൽ കൊള്ളാമെന്നുള്ളത് താല്പര്യം വർദ്ധിച്ചു. അദ്ദേഹം ആരോടും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി ആത്മഹത്യ ചെയ്യാനായിട്ട് പോവുകയാണ്. പോകുന്നതായിട്ടുള്ള വഴിക്ക് ഒരു ബസ് സ്റ്റാൻഡിൽ പെട്ടിക്കടയിലെടുത്ത് നിന്നിട്ട് ഒരു സോഡ വാങ്ങി കുടിച്ചു. കുടിക്കാനുള്ള താല്പര്യം, ദാഹം കൊണ്ടാണ് കുടിച്ചു. അപ്പോൾ അവിടെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു കലാകൗമുദിയുടെ ആ ആഴ്ചത്തെ പുതിയതായിട്ടുള്ള വാരിക. അതിലെഴുതിയിരിക്കുന്നു MT വാസുദേവൻ നായർ എഴുതിയ രണ്ടാം ഊഴം എന്ന് പറയുന്നതായിട്ടുള്ള കഥ ഇവിടെ ആരംഭിക്കുന്നു. പൈസ കൊടുത്തത് വാങ്ങിച്ച് എനിക്കിത് വായിക്കണം. കടൽ പോലെ കറുത്തതായിട്ടുള്ള ദിനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പുസ്തകം ആരംഭിക്കുന്നത്. വളരെയധികം ആർത്തിയോടുകൂടി അദ്ദേഹം അത് വായിച്ചു തീർന്നപ്പോഴാണ് മനസ്സിലായത് ഇത് മുഴുവൻ ഇതിനകത്തില്ല, ഇനിയും ഓരോ ആഴ്ചത്തെ വാരികയിൽ കൂടി മാത്രമേ കിട്ടുകയുള്ളൂ. he waited for 53 weeks. Not 1 or 2, 53 weeks. 53 ആഴ്ചകളുണ്ട് ആണ് ആ നോവൽ അവസാനിച്ചത്. And by that time he decided not to commit suicide. രണ്ടാം ഊഴം എന്ന് പറയുന്നത് ജീവിതത്തെ വീണ്ടും കണ്ടെത്തുന്നതായിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ചാണ്. വി ക്യാൻ, ഇനി ഒരു ജീവിതമുണ്ട് എന്ന് പറയുന്നതായിട്ടുള്ള സാഹചര്യമാണ്. നമുക്കറിയാം, ഈ യേശുവിൻ്റെ അടുത്ത് കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ടൊരു സ്ത്രീയുമായിട്ട് വന്നു. ഇതാണ് നിയമം അനുശാസിക്കുന്നത്, ഇവിടെ കല്ലെറിഞ്ഞ് കൊല്ലണം. അതിനെക്കുറിച്ച് രണ്ട് തർക്കമൊന്നുമില്ല, രണ്ട് വിചാരമൊന്നുമില്ല. കല്ലെറിഞ്ഞ് കൊല്ലണം. ഇത് കേട്ടതായിട്ടുള്ള യേശു, നീ എന്ത് പറയുന്നു യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു തലകുനിഞ്ഞിരുന്ന് നിലത്ത് എഴുതുകയാണ്, നിലത്തെഴുത്ത്. വീണ്ടും വീണ്ടും ചോദിച്ച അവസരത്തിൽ യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ആദ്യം കല്ലെറിയട്ടെ. പിന്നെയും കുനിഞ്ഞിരുന്ന് എഴുതുകയാണ്. കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നതായുള്ള ആളുകൾ ഓരോന്നോരോന്നായിട്ട് കൊഴിഞ്ഞങ്ങ് പോയി. തലയുയർത്തി നോക്കിയപ്പോൾ ആ സ്ത്രീ മാത്രമാണ് അവിടെ ഉള്ളത്. അവളോട് ചോദിച്ചു, ആരും നിന്നെ കുറ്റം വിധിച്ചില്ലേ? ആരും നിന്നെ കുറ്റം വിധിച്ചില്ലേ? എത്രയോ ആളുകളാണ് നിന്നെ കൊല്ലാനായിട്ട് കല്ലുമായിട്ടൊക്കെ വന്ന്, ആരും നിന്നെ കുറ്റം വിധിച്ചില്ലേ? അവൾ പറഞ്ഞില്ല. എന്നാൽ ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, ഇനിയും പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് അവൾക്ക് ജീവിക്കുന്നതിനായിട്ടുള്ള ഒരിടം നൽകി. ജീവിക്കുന്നതിൻ്റെ രണ്ടാം ഊഴം എന്തെന്ന് കണ്ടെത്തിയതായിട്ടൊരു വ്യക്തിയായിട്ട് തീരുന്നു. ഈ പഴയിടം മോഹനൻ നമ്പൂതിരിയും അപ്രകാരമാണ്. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് തൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആ പ്രവർത്തനങ്ങൾ നന്നായിട്ട് പ്രവർത്തിപ്പാനായിട്ട് ഇടയായിട്ട് തോന്നുന്നു. അദ്ദേഹം പ്രശസ്തിയുള്ള ഒരു പാചകക്കാരനായിട്ട് പരിണമിക്കുകയും ചെയ്തു. ആ ഇടയ്ക്കാണ് അവിടെ ഒരു നാഷണൽ ഫെസ്റ്റിവൽ കോഴിക്കോട് വെച്ച് നടത്തുവാനായിട്ട് ഇടയായിട്ട് തോന്നുന്നത്. അദ്ദേഹത്തെയാണ് വിളിച്ചത് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനായിട്ട്.
ഈ പഴയിടം മോഹനൻ നമ്പൂതിരി. കോഴിക്കോടാണ് എന്നത് മനസ്സിലാക്കിയപ്പോൾ ഈ പഴയിടം മോഹനൻ നമ്പൂതിരിക്കൊരു ആഗ്രഹം, ഈ കോഴിക്കോട് നടക്കാവിൽ താമസിക്കുന്ന MT വാസുദേവൻ നായർ എനിക്കൊന്ന് കാണണം. അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹത്തെ തൻ്റെ സ്ഥലത്തേക്ക് വിളിച്ചു. ഭക്ഷണം കഴിക്കാനായിട്ട് വരാൻ പറഞ്ഞു. ഭക്ഷണം കഴിച്ചു, നന്നായിട്ട് ഭക്ഷണം കഴിച്ചു, തൃപ്തിയായി. അതിനുശേഷം അവർ തമ്മിൽ നന്ദി പ്രകാശിപ്പിച്ചു. അപ്പോൾ വാസുദേവൻ നായർ പറയുന്നുണ്ട്, ഒരു വാക്ക് എത്ര ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് സഹായമായിട്ട് തീരും. ഒരു വാക്ക് നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നതാണ്. വി ഡോണ്ട് സേ താങ്ക് യു, ഡു വി? വി ഡോണ്ട് സേ ഗുഡ് മോർണിംഗ്. വി ഡോണ്ട് സ്മൈൽ അറ്റ് ദി അതർ പേഴ്സൺ, ഡു വി? എപ്പോഴാണ് മറ്റൊരാൾക്ക് അതർനെസ് ഫീൽ ചെയ്യുന്നത് എടുത്തു കളയാനായിട്ട് കഴിയുന്നത്? അതൊരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് എപ്പോഴും നൽകി കൊടുക്കുവാനായിട്ട് കഴിയുമോ അപ്പോൾ മാത്രമാണ്. ഈവൻ ഫോർ ദ ചിൽഡ്രൻ ദാറ്റ് ആർ ബോൺ ടു യു, ഈവൻ ഫോർ ദ ചിൽഡ്രൻ ദാറ്റ് ആർ ബോൺ ടു യു, ടേക്ക് അവേ ദി അതർനെസ് and give that person a subjective experience. അനേക കുട്ടികൾക്ക് മാതാപിതാക്കളെക്കുറിച്ചുള്ള ഒരു പരാതി, എൻ്റെ കൂടെ അല്പസമയം ചെലവഴിക്കുന്നില്ല എന്നതാണ്. ദാറ്റ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ യുവർ ചൈൽഡ്, അതങ്ങോട്ട് പ്രകടമാക്കുന്നില്ല, അതാണ് പരാതി. ഒരിക്കൽ ഒരു പിതാവിനടുത്ത് ഒരു കുഞ്ഞ് ചെന്ന് തനിക്കൊരു $10 വേണം എന്ന് പറഞ്ഞതായിട്ട് അവസരം, നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ 10 രൂപ വേണം എന്ന് പറഞ്ഞതായിട്ട് അവസരത്തിൽ അപ്പൻ പറഞ്ഞു, പണമൊന്നും അങ്ങനെയായിട്ട് കളയാനുള്ളതല്ല. അവന് വളരെയധികം സങ്കടം തോന്നി. അവൻ ഓടിച്ചെന്ന് അവൻ്റെ മുറി അടച്ച് വാതിലടച്ച് കട്ടിൽ കയറി കിടന്ന് കരഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ അപ്പന് അനുതാപം തോന്നി. അയ്യോ, ഞാൻ പറഞ്ഞതായിട്ടുള്ള വാക്ക് എൻ്റെ മകനെ ദുഃഖിപ്പിച്ചല്ലോ. അയാൾ ചെന്ന് കഥകൾ മുട്ടി. അവിടെ ചെന്ന അവസരത്തെ മനസ്സിലായി കഥ അടച്ചിട്ടില്ല, ചാരിയിട്ടിട്ടേ ഉള്ളൂ. അതുകൊണ്ട് കഥ പറഞ്ഞ് അകത്ത് കയറി മോനോട് പറഞ്ഞു, മോനെ, നീ എന്തിനാണ് ഈ 10 രൂപ എന്നോട് ചോദിച്ചത്? അപ്പോൾ മകൻ്റെ മറു ചോദ്യം, ഡാഡി, ഹൗ മച്ച് എമൗണ്ട് വിൽ യു ഗെറ്റ് വെൻ യു വർക്ക് ഫോർ 1 hour? അപ്പോൾ പറഞ്ഞു, ഐ ഗെറ്റ് അബൌട്ട് $20. 20 രൂപയോളം എനിക്ക് കിട്ടും. ഡാഡി, ഞാൻ ഡാഡിയോട് ചോദിച്ചത് ഒരു 10 രൂപയാണല്ലോ. എൻ്റെ കയ്യിലൊരു 10 രൂപയുണ്ട്. ഡാഡിയുടെ 20 രൂപയാകില്ല 10 രൂപയുടെ തന്നാൽ ഡാഡി എൻ്റെ കൂടെ 1 മണിക്കൂർ ചിലവാക്കാമോ? 1 hour വിത്ത് മീ. അപ്പനാണേലും അമ്മയാണേലും ജീവിതത്തെ മുറിച്ച് നൽകുന്നതിനായിട്ട് പ്രയാസമാണ്. വി ഡോണ്ട് ഹാവ് ടൈം. ഇതാണ് എപ്പോഴും പറയുന്നത്. വി ഡോണ്ട് ഹാവ് ടൈം. ഐ കാൺ വേസ്റ്റ് മൈ ടൈം. ഐ ഡോണ്ട് ഹാവ് ടൈം ഫോർ യു. ഇതാണ് ഇന്ന് അനേക ബന്ധങ്ങളുടെ ഉലച്ചിലിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അനേക ബന്ധങ്ങളുടെ ഉലച്ചിലിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. Giving is a virtue.
ജീവിതത്തെ മുറിച്ചു നൽകുന്നതായുള്ള അവസരത്തിലാണ് ജീവിതം എത്ര മനോഹരമാണ് എന്ന് മനസ്സിലാക്കാൻ സാധ്യമായിട്ട് തീരുന്നത്. ഞാനൊരു സ്ത്രീയല്ല, ഞാനൊരു അമ്മയല്ല. പക്ഷെ ഞാൻ ഇവിടെയുള്ള അമ്മമാരോട് പറയട്ടെ, നിങ്ങൾ വളരെയധികം അധ്വാനിച്ച് വീട്ടിലുണ്ടാക്കുന്നതായുള്ള ഭക്ഷണം എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുന്നതല്ലേ നിങ്ങൾക്ക് സന്തോഷം? That the members in the family find joy in what you are making, laboring for the last 4 hours or so. ഒരു കവിതയിൽ ഇപ്രകാരം ചോദിച്ചിട്ടുണ്ട്, നിന്റെ പ്രാണനാൽ നീ എത്ര വിളക്ക് കൊളുത്തുന്നതിനായിട്ടിടയായി. നിന്റെ പ്രാണനാൽ. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളുടെ ജീവിതത്തിൽ ഒരു ജീവിതമാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്, 1 life. അവിടെയാണ് ഈ ചോദ്യം ചോദിക്കേണ്ടത്. നിന്റെ ജീവനാൽ എത്ര വിളക്ക് കൊളുത്തുന്നതിനൊക്കെയായിട്ട് തോന്നുന്നു? എത്ര മക്കളുടെ ജീവിതത്തെ ഒന്ന് തൊടുന്നതിനായിട്ട്, മൂല്യബോധം നൽകുന്നതിനായിട്ട്, ജീവിതം അർത്ഥവത്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനായിട്ട് സാധ്യമായിട്ട് തോന്നും? ഇവിടെ കർത്താവായ യേശുക്രിസ്തു ഈ ശ്രീഭണ്ഡാരത്തിൽ തുകയിട്ടതായിട്ടുള്ള സ്ത്രീയെ കണ്ടതായിട്ടുള്ള അവസരത്തിൽ അവളെക്കുറിച്ച് പറയുന്നത് അവളൊരു ദരിദ്രയാണ്, വിധവയാണ്. സമൂഹത്തിൽ അന്ന് ഒരു സ്ഥാനവും വിധവയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഭർത്താവിൻ്റെ വസ്തുവകകൾ പോലും, ധനം പോലും ഇൻഹെറിറ്റ് ചെയ്യാനായിട്ടുള്ള അവകാശം പോലും കൊടുത്തിരുന്നില്ല. ഒരു വിധവ എന്ന് പറയുന്നത് ഓൾവേസ് അറ്റ് ദ മേഴ്സി ഓഫ് ദി അതർ പേഴ്സൺ. അങ്ങനെ ജീവിക്കുന്നതായിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു. അവിടെയാണ് തൻ്റെ ഉപജീവനത്തിനുള്ളതൊക്കെയും ഇട്ടു എന്ന് പറയുന്നത് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. ഈ ദാനത്തെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിക്കുന്നത് നമുക്കുള്ളതിനെ പകുത്തു കൊടുക്കുന്നതിന് വേണ്ടി മാത്രമല്ല. That's the second lesson. The second lesson is give your life. ദൈവം തന്നിരിക്കുന്നതിൻ്റെ ജീവിതം തന്നെ കൊടുക്കുക എന്നതാണ്. എത്ര പേർക്കത് സാധ്യമായിട്ട് തീരും? സാമ്പത്തികമായിട്ടുള്ളതിൽ നിന്നൊക്കെ കൊടുക്കുന്നതിനായിട്ടൊക്കെ നമുക്ക് താല്പര്യമുണ്ട്. എന്നാൽ ജീവിതം തന്നെ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയിൽ എങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കും? ജീവിതം കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഈ സാധുവായിട്ടുള്ള സ്ത്രീയിൽ, ദരിദ്രയായിട്ടുള്ള വിധവയിൽ കാണപ്പെടുവാനായിട്ട് ഇടയാവുന്നത് അവളുടെ ഉപജീവനത്തിലുള്ളതൊക്കെയും ഇട്ടു എന്ന് പറയുമ്പോൾ ഫോർ ദ നെക്സ്റ്റ് മീൽ ഷീ ഹാസ് ടു ലുക്ക് ഫോർ ദ മെർസി ഓഫ് ഗാഡ്. സംബഡി ഷുഡ് ഗിവ് ഹർ ദ ഫുഡ്. ഇല്ല, ജീവിതം ഒരു വട്ടപൂജ്യമാക്കി തീർക്കുവാനായിട്ട് എപ്പോൾ നമുക്ക് സാധിക്കും? നമുക്കെല്ലാവർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മളിവിടെ ഒരുമിച്ച് ചേർന്ന് വന്നിരിക്കുന്നത്. എന്നാൽ ദൈവത്തെ വേണ്ടതുപോലെ വിശ്വസിക്കുന്നുണ്ടോ? അടുത്ത നേരത്തെ ആഹാരത്തിന് വകയില്ല എന്ന് വരുന്ന അവസരത്തിൽ ദൈവം കരുതിക്കൊള്ളൂ എന്ന് പറയാനായിട്ട് സാധിക്കുമോ? ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി ദൈവം നടത്തിയതായിട്ടുള്ളൊരു വഴികളെയൊക്കെ കാണുമ്പോൾ, ട്രാജക്ടറി നാം മനസ്സിലാക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഇത് ദൈവം ചെയ്തതായിട്ടുള്ള പ്രവർത്തനമാണ് എന്നത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് സാധിക്കുമോ? കഴിഞ്ഞ മാരാമൻ കൺവെൻഷൻ്റെ അവസാനത്തിൽ ഞാൻ പറഞ്ഞതായിട്ടുള്ളൊരു സന്ദേശം, ഹാവ് ഗോഡ് ടോക്ക് ഇൻ യുവർ ഫാമിലീസ് എന്നാണ്. ഹാവ് ഗോഡ് ടോക്ക് ഇൻ യുവർ ഫാമിലീസ്. ദൈവം നടത്തുന്നതായുള്ള വഴികളെക്കുറിച്ചും ദൈവം നടത്തുന്നതായുള്ള വിധങ്ങളെക്കുറിച്ചും ജീവിതത്തിൽ അനുഭവിക്കുക മാത്രമല്ല, ടെൽ ദാറ്റ് ടു യുവർ ചിൽഡ്രൻ ആൻഡ് ദ ഗ്രാൻഡ് ചിൽഡ്രൻ. ലെറ്റ് ദം നോ. യേശുക്രിസ്തുവിനെ കുറിച്ച് നാം വായിക്കുന്നത്, ഹി ഡൈഡ് ഓൺ ദ ക്രോസ്, ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. അതിൽ നിന്ന് ഒട്ടും മാറ്റിവെച്ചില്ല. ഹി ഡൈഡ്. ജീവിതത്തെ മുഴുവനായിട്ട് നൽകി. അവിടെ നിന്നാണ് പുനരുദ്ധാനം ഉണ്ടാകുന്നത്. നാം വിശ്വസിക്കുന്നത് ആ കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയിലാണ്.
നമ്മളുടെ മൺഡെയിൻ ലൈഫിൽ, അനുദിന ജീവിതത്തിൽ, പരിപരിതമായ ജീവിത സാഹചര്യങ്ങളിൽ ഈ വിശ്വാസത്തെ പ്രദർശിപ്പിക്കുവാനായിട്ട് കഴിയുമോ? ഇന്ന് 12 ഫസ്റ്റ് കമ്മ്യൂണിക്കൻസ് ഉണ്ട്. 12 ഫസ്റ്റ് കമ്മ്യൂണിക്കൻസിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു വസ്തുത, നോട്ട് വാട്ട് യു വുഡ് ബിക്കം, but what you can give through your life to the whole world, if God is granting you long life. ഒരിക്കലൊരു സ്ത്രീയെ തൻ്റെ ജില്ലയിലെ കളക്ടറുടെ വസതി കണ്ടുപിടിച്ച് അവിടെ ചെന്നു. ഒരു ലേഡിയായിരുന്നു കളക്ടർ. അവിടെ ചെന്ന് അവരോട് പറഞ്ഞു, സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ട് കൊണ്ട് കടം കയറി ബാങ്കിൽ നിന്ന് പണമെടുത്തതായുള്ള പണം പോലും തിരിച്ചടയ്ക്കാൻ കഴിയാതെ ഇപ്പോൾ കടവും പലിശയും കൂടെ 5 ലക്ഷം രൂപ ആയിരിക്കുകയാണ്. ഓരോ ദിവസവും എവിടെയെങ്കിലും വീട്ടിൽ പോയി വീട്ടുജോലി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്നതായുള്ള പണം കൊണ്ടാണ് ഞാനും എൻ്റെ മക്കളും ജീവിക്കുന്നത്. ഭർത്താവിന് സുഖമില്ല. ഈ പണം കൊണ്ട് അടയ്ക്കുന്നില്ല എങ്കിൽ നാളെ എൻ്റെ വീടും സ്ഥലവും വന്ന് ജപ്തി ചെയ്യും. കളക്ടർക്ക് എന്തെങ്കിലും രീതിയിൽ സഹായിക്കാമെങ്കിൽ സഹായിക്കണം. What will you do? അങ്ങനെ ഒരു ആവശ്യമായിട്ട് ഒരാൾ വന്നാൽ കളക്ടർ ഉടനെ ആ ബാങ്കിലെ ഓഫീസറെ വിളിച്ചതിന് ശേഷം പറഞ്ഞു, ഐ വിൽ പേ ദി എമൗണ്ട്. നാളെ അവളുടെ സ്ഥലത്തിൻ്റെ ആധാരമെല്ലാം അവൾക്ക് കൊടുക്കണം. ജപ്തി ചെയ്ത് വീടും പണവും കൊണ്ടുപോകരുത്. അത് അവൾക്കുള്ളതാണ്, അവളുടെ കുഞ്ഞുങ്ങൾക്കുള്ളതാണ്. ഇത് കളക്ടർ പറഞ്ഞ് അത് ബാങ്ക് ഓഫീസറെ സമ്മതിച്ചതായിട്ടുള്ള അവസരത്തിൽ ഈ പാവപ്പെട്ട സ്ത്രീയെ കളക്ടറെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളൊരു ദൈവത്തെ ഞാൻ കാണുന്നല്ലോ. അപ്പോൾ ആ ലേഡി കളക്ടർ തിരിഞ്ഞ് ഈ സ്ത്രീയോട് പറഞ്ഞു, ചേച്ചി, അങ്ങനെ വിളിച്ചോ, ചേച്ചിക്കൊരു കാര്യം ഓർമ്മയില്ലായിരിക്കാം. ഞാൻ പന്ത്രണ്ടാം ക്ലാസ് ജയിച്ചതായിട്ടുള്ള അവസരത്തിൽ ഡിസ്റ്റിങ്ഷൻ മാത്രമല്ല, ഐ വാസ് ദ ഫസ്റ്റ്, 1ാം റാങ്കുകാരിയായിട്ട് തോന്നുന്നു. അപ്പോൾ എൻ്റെ അപ്പൻ, അദ്ദേഹം കൂലിവേല ചെയ്ത് ജീവിക്കുന്ന അപ്പനാണ്, എന്നെയും കൊണ്ടൊരു റെസ്റ്റോറൻറ്റിൽ പോയി അൽഫാം വാങ്ങിച്ച് തരുന്നതിനായിട്ട് ശ്രമിച്ചു. അവിടെ ചെന്ന് അതൊക്കെ വിലയൊക്കെ തിരക്കുന്നതായിട്ടുള്ള അവസരത്തിൽ 2 പേർക്കൂടെ വാങ്ങിക്കാനായിട്ടുള്ള പൈസ ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തൻ്റെ മകൾക്ക് അത് വാങ്ങിക്കൊടുത്തു. ഇത് കണ്ടുകൊണ്ട് അപ്പുറത്ത് മേശയിലിരുന്നതായുള്ള ഒരു സ്ത്രീ എഴുന്നേറ്റ് വന്ന് പറഞ്ഞു, കുഞ്ഞിന് മാത്രമല്ല, നിങ്ങൾക്ക് 2 പേർക്കും ഉള്ളത് ഞാൻ ഓർഡർ ചെയ്യുന്നു. മാത്രമല്ല, ഒരു പൊതി നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് ഞാൻ തന്നയക്കാൻ പോവുകയാണ്. എന്നിട്ട് അപരിചിതയായിട്ടുള്ള സ്ത്രീയോടെ ഈ കളക്ടർ പറയാണ്, ചേച്ചി, അന്ന് ചേച്ചിയോട് ഞാൻ പഠിപ്പിക്കാൻ പോവുകയാണ്. സന്തോഷത്തിൻ്റെതായിട്ടുള്ള കണ്ണെന്ന് പ്രതിഫലേച്ഛ കൂടാതെ ചെയ്യുന്നതായിട്ടുള്ള ദാനധർമ്മങ്ങളാണ് ഈ ലോകത്തിൽ ശാശ്വതമായിട്ടുള്ള സമാധാനം നൽകുന്നത്.
എന്നുള്ളതല്ല ചോദ്യം. ഒരു ജീവിതം തിരിച്ചു കൊടുക്കുവാനായിട്ട് കഴിഞ്ഞോ? അതാണ് ചോദ്യം. ജീവിതം തന്നെ പകുത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. യേശു തന്നെ ചോദിക്കുന്നുണ്ട്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? കൊടുക്കാൻ മനസ്സുണ്ടോ എന്നതാണ് പ്രാധാന്യം. മനസ്സുണ്ടോ? മനസ്സുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ദൈവം ചെയ്യുന്നതല്ല അത്ഭുതമൊക്കെ ആവശ്യമാണ് എന്ന് പറയുന്നത്. നന്ദി സൂചകമായി നമ്മളുടെ ദശാംശ വിഹിതം കൊടുക്കുന്ന ഞായറാഴ്ച ധന്യമാക്കി തീർക്കുവാനായിട്ട് കഴിയുമോ? ഫ്രാൻസിസ് ചോദിച്ചതല്ലൊരു ചോദ്യമുണ്ട്, ഡു യു ബിലീവ് ഇൻ മിറക്കിൾസ്? ദൈവത്തിന് അത്ഭുതങ്ങളെ നമ്മളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്നതിനായിട്ട് സാധിക്കും, നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതിനായിട്ട് സാധിക്കും. ദൈവകരങ്ങളിൽ അപ്രകാരം ഉപയോഗിക്കപ്പെടുന്നതിനായിട്ട് മനസ്സൊരുക്കമുണ്ടോ എന്നുള്ള ചോദ്യം. 1 life, അത്രയേ ഉള്ളൂ. എനിക്ക് നിങ്ങൾക്കും 1 life. Is that consecrated for the divine purpose? നിന്റെ ജീവിതത്തെ അനേകരുടെ ജീവിതത്തിന് ദീപം കൊളുത്തുവാനായിട്ട്, വിളക്ക് കൊടുത്തുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? നിന്റെ ജീവിതം കൊണ്ട്, ദൈവം നിനക്ക് തന്നതായുള്ള ജീവിതം കൊണ്ട് എത്ര വിളക്കുകൾ കൊളുത്തുവാൻ നിനക്ക് കഴിഞ്ഞു? ഇന്നാണ് നമ്മുടെ ഭവനങ്ങളിലൊക്കെ 1ഉം 2ഉം മക്കൾ മതി എന്നൊക്കെ പറയുന്നത്. മറ്റേ 10ഉം 12ഉം 18ഉം വരെ ഉള്ളതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ആരാ പുലർത്തുന്നത്? ദൈവം പുലർത്തുന്നു എന്നത് അനുഭവിച്ചതല്ല നമ്മളുടെ മാതാപിതാക്കൾ. ദൈവം പുലർത്തുന്നത് മനസ്സിലാക്കിയതായിട്ടുള്ള മാതാപിതാക്കൾ. എന്നെ കേൾക്കുന്നതായിട്ടുള്ള സഹോദര സഹോദരികളെ, നിങ്ങൾ എത്രാമത്തെയാണ് നിങ്ങളുടെ ഭവനത്തിലെന്ന് എനിക്കറിയാനായിട്ട് പാടില്ല. For me, I am the 5th in the family. ദൈവമാണ് പുലർത്തുന്നത്. വട്ടപൂജ്യമായിട്ട് തീരുന്ന അർത്ഥത്തെ അവിടെയാണ് ഗ്രഹിക്കാനായിട്ട് കഴിയുന്നത്. നിനക്കുള്ളതെല്ലാം, നിന്റെ ഉപജീവന മാർഗമെല്ലാം ഇടുവാനായിട്ട്, നൽകുവാനായിട്ട് സാധ്യമായിട്ട് തീരുന്നത് it's an expression of your deep faith in God. It's an expression of your deep faith in God. ഈ ഒരു വിശ്വാസമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ആ ഒരു വിശ്വാസത്തിലേക്കാണ് ദൈവം നമ്മെ വിളിക്കുന്നത്, നമ്മളെയും നമ്മുടെ മക്കളെയും. കർത്താവെ, അപ്രകാരം ജീവിതത്തെ മുഴുവനായി നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ മനസ്സൊരുക്കമുള്ളവരാക്കി ഞങ്ങളെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം. ദൈവമായ കർത്താവെ, തിരുവചനത്തെ ഞങ്ങൾക്ക് തന്നിട്ടുള്ളതിനാൽ സ്തോത്രം. ധ്യാനിക്കും തോറും ദൈവത്തിലേക്ക് നോക്കി പ്രകാശിതരായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. നീ ഞങ്ങളെ പ്രകാശിതരാക്കിയിരിക്കുന്നത് അനേക ജീവിതത്തിന് പ്രകാശം നൽകി കൊടുക്കുവാനായിട്ടാകുന്നുവല്ലോ. അത് സാധ്യമായി തീരുന്ന ആയുസ്സിൻ്റെ ഉടമകളായി തീരുവാൻ ഞങ്ങളുടെ ആയുസ്സിനെ ധന്യമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്നേ ചേർന്നിരിക്കുന്ന നിന്റെ മക്കളെ ഓരോരുത്തരെയും ഈടവയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയയോടെ കേൾക്കണമേ.